നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നാളെ നടക്കാനിരിക്കുന്ന അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ശിരോവസ്ത്രം ധരിക്കുന്നതിനുള്ള നിയന്ത്രണം നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഒരു ദിവസം ശിരോവസ്ത്രം ധരിച്ചില്ല എന്ന് കരുതി വിശ്വാസം ഇല്ലാതാകില്ലെന്ന് കോടതി പറഞ്ഞു. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ക്രമക്കേട് തടയാൻ വസ്ത്രധാരണത്തിന് CBSE കൊണ്ടുവന്ന നിബന്ധനകൾ ചോദ്യം ചെയ്ത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ഹിജാബ് ധരിക്കുന്നത് വിലക്കിയാൽ മതവിശ്വാസത്തിനെതിരാകുമെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. എന്നാൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ തയ്യാറാകാതെ തന്നെ ഹർജി പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് HL ദത്തുവിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വിസമ്മതിക്കുകയായിരുന്നു. ധരിക്കേണ്ട വസ്ത്രത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഗൗരവമേറിയ വിഷയമല്ലെന്നും ഒരു ദിവസം ശിരോവസ്ത്രം ധരിച്ചില്ലെങ്കിൽ വിശ്വാസം ഇല്ലാതാകില്ലെന്നും കോടതി വാക്കാൽ നിരീക്ഷിച്ചു. അതേസമയം മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബും സിഖ് യുവാക്കൾക്ക് തലപ്പാവും ധരിക്കുന്നതിന് പൂർണ്ണ വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്നാണ് CBSEയുടെ നിലപാട്. ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ച് പരീക്ഷാ ഹാളിലെത്തിയാൽ പരിശോധനയ്ക്ക് കൂടുതൽ സമയമെടുക്കും. ഇത് മുന്നിൽ കണ്ട് പരീക്ഷാർത്ഥികൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് CBSE വ്യക്തമാക്കിയിട്ടുള്ളത്. റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ ഡോക്ടർ ഫസൽ ഗഫൂർ കോഴിക്കോട് സ്റ്റുഡിയോയിൽ, ഫാത്തിമ തഹ്ലിയ MSFന്റെ വനിതാ നേതാവ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ, ഫക്രുദ്ദീൻ അലി രാഷ്ട്രീയ നിരീക്ഷകൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. ആദ്യം ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ കോടതി ഈ കേസിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചുമില്ല. ഈ ഹർജി പരിഗണിക്കുന്നത് സാധ്യമല്ല എന്ന് ഹർജിക്കാരെ അറിയിക്കുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ ഹർജിയുടെ വാദത്തിനിടയിൽ കോടതി വാക്കാൽ ചോദിച്ച ഒരു ചോദ്യമാണ് പ്രസക്തം. ആ ചോദ്യം വിശ്വാസം ഏതെങ്കിലും തരത്തിൽ ഹനിക്കപ്പെടില്ല 3 മണിക്കൂർ നേരം ശിരോവസ്ത്രം ധരിക്കാതിരുന്നത് കൊണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വിശ്വാസം കോടതി തീരുമാനിക്കേണ്ടതാണോ? വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചില ഘട്ടങ്ങളിൽ, ചില വിഷയങ്ങളിൽ കോടതിക്കോ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിനൊക്കെ ഇടപെടേണ്ടതായിട്ട് വരും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയം തന്നെ എടുക്കുക, ഇത് കോടതി വ്യവഹാരങ്ങൾ ഇങ്ങനെ നീണ്ടുപോവുകയും മുസ്ലിം സംഘടനകൾ അവരുടെ നിലപാടുകൾ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? കുറേ കുട്ടികളുടെ ഭാവി അപകടത്തിലാവുന്നു, അല്ലെങ്കിൽ അവർക്ക് മെഡിക്കൽ എൻട്രൻസ് എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുമായിരുന്നു. ഇത്തരം ഘട്ടങ്ങളിലല്ലേ ഇപ്പോൾ ഷാബാനു കേസിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ കോടതിയുടെ ചില ഇടപെടലുകളൊക്കെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ലോകത്തെ ഏറ്റവും ശാസ്ത്രീയമായ മതം, അല്ലെങ്കിൽ മതം ഏറ്റവും പ്രായോഗികമായ മതം എന്നൊക്കെയാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പൊ തിരുവനന്തപുരം സൈഡിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും, കഴിഞ്ഞ ഒരു ജനറേഷൻ മുമ്പ് വരെ തലയിൽ തട്ടയിടുന്ന ഒരു ശീലം ഇങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ തുർക്കിയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ അവിടെ AK പാർട്ടി അധികാരത്തിൽ വരുന്നവരെ പൊതുവേദികളിൽ ഈ സ്കാർഫ് ധരിച്ച് വരാൻ പാടില്ലായിരുന്നു. എന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകളൊക്കെ ഇസ്ലാം അല്ലാതായി പോയോ? അതുകൊണ്ട് ഇസ്ലാമിൻ്റെതായാലും മറ്റേത് മതങ്ങളുടേതായാലും ആ മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം ചില ആചാരങ്ങളോ അല്ലെങ്കിൽ ശീലങ്ങളോ എല്ലാം നിർവചിക്കപ്പെടേണ്ടത് അതാത് കാലഘട്ടത്തിന്റെ കോണ്ടക്സ്റ്റിലായിരിക്കും. നിങ്ങൾ അള്ളാനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് കോടതി കുറച്ച് ദിവസത്തേക്ക് അള്ളാനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞതിന്റെ വിശ്വാസം ഇല്ലാതായി പോകുമെന്ന് കോടതി ചോദിച്ചാൽ നമുക്ക് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാം. ഇതൊക്കെ അത്ര വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. ഈ കുട്ടികളുടെ ഭാവിയാണ് പ്രധാനം. കോടതി ശിരോവസ്ത്രം അണിയുന്നത് നാളത്തെ പരീക്ഷയിൽ വിലക്കിയിട്ടില്ല. CBSE ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്ന ഗൈഡ് ലൈനുകളിൽ ഇടപെടാനില്ല എന്ന് വ്യക്തമാക്കുകയേ ഉണ്ടായുള്ളൂ. CBSE മതപരമായ വസ്ത്രധാരണത്തെ വിലക്കിയിട്ടില്ല, ഒരു അഡ്വൈസറി നൽകുക മാത്രമാണ് ഉണ്ടായത് എന്ന് വിശദീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നാളെ ഏത് വസ്ത്രവും ധരിച്ച് പരീക്ഷ എഴുതാം എന്നുള്ള കാര്യം വ്യക്തമാണ്. ഏതെങ്കിലും മതവിശ്വാസിക്ക് നാളത്തെ പരീക്ഷ എഴുതാൻ എന്തെങ്കിലും തടസ്സമുണ്ടാകുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ആദ്യം തന്നെ ഇത് മതവിശ്വാസമായിട്ട് ഇതിന് വലിയ ബന്ധമൊന്നുമില്ല. നമ്മൾ വെറുതെ ഇല്ലാത്തൊരു കാര്യത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണത്. ഇതിപ്പോൾ പറഞ്ഞ കേട്ട പല മീഡിയകളിലും ഞങ്ങൾ ചോദിച്ചത് ഇത് മുസ്ലിം മതത്തിന് വിരുദ്ധമാണോ എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും അധികം തലപ്പാവ് ധരിക്കുന്നത് മുസ്ലിമുകളല്ല, സർദാർമാരെ, സിഖ് മതത്തിൽപ്പെട്ടവർ. അപ്പോൾ സിഖ് മതത്തിൽപ്പെട്ടവരോട് ആരും പോയി ചോദിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചോദ്യം ചെയ്ത് കൊടുത്തത് മുസ്ലിമുകളായതുകൊണ്ടായിരിക്കാം ഇതൊരു ആൻറ്റി മുസ്ലിം ആയിട്ടുള്ള ജഡ്ജ്മെൻ്റായിട്ട് ചിത്രീകരിക്കുന്നത്. അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട, കഴിഞ്ഞ കേരള ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിലും അതിൻ്റെ ഇടയിലുണ്ടായിരുന്ന CBSEയുടെ പ്രഖ്യാപനത്തിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് വരാം, പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശോധന കൂടുതൽ കർശനമായിരിക്കും, മറ്റത് മാതിരിയല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും വ്യക്തമല്ല, കോടതിയുടെ വിധിയിൽ ഇതൊന്നും വ്യക്തമല്ല. നിങ്ങളിപ്പോൾ കോടതിയുടെ കമൻസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഫുൾ വിധി നമുക്ക് കിട്ടിയാൽ മാത്രമേ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ. ഡോക്ടർ ഫസൽ ഗഫൂർ, ഒന്ന്, കോടതി ഇക്കാര്യത്തിൽ ഒരു വിധി പറഞ്ഞിട്ടില്ല, കോടതി ഈ ഹർജിയിൽ ഇടപെടുന്നില്ല,
അതനുസരിച്ച് ഹർജിക്കാരൻ ഹർജി പിൻവലിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ CBSE നൽകിയ നിർദ്ദേശമാണ് നടപ്പാക്കുക. CBSE നൽകിയ നിർദ്ദേശം വളരെ വ്യക്തമാണ്. മതപരമായ വേഷം ധരിച്ച് ആർക്കും എത്താം. പക്ഷേ റിപ്പോർട്ടിംഗ് ടൈമായ 9:30 മുൻപ് ഒരു അരമണിക്കൂർ മുൻപെങ്കിലും എക്സാം ഹാളിൽ എത്തണം. ഫ്രിസ്കിങ്ങിന് വിധേയരാകണം. അതിനുശേഷം ഉള്ളിൽ കടക്കാം. അതുകൊണ്ട് തന്നെ മതപരമായ വസ്ത്രം ധരിച്ച് പരീക്ഷയ്ക്ക് എത്തുന്നവരെ സംബന്ധിച്ച് യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നുള്ളതല്ലേ വസ്തുത? അതാണ് അതിൽ പറഞ്ഞല്ലോ. ആദ്യം തന്നെ ഈ മതപരം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിൽ മുസ്ലിം ആയാലും വേണ്ടിയില്ല, ഹിന്ദുക്കളായാലും വേണ്ടെങ്കിൽ സിഖ് മതത്തിൽപ്പെട്ട അവർ യൂണിഫോം ആയിട്ടുള്ള ഡ്രസ്സൊന്നും ആയിരിക്കില്ല. ഇപ്പം തന്നെ മുസ്ലിമുള്ള ഈ ശിരോവസ്ത്രം എന്ന് പറഞ്ഞതിനെ പറ്റിയിട്ട് ഒരു ഡെഫിനേഷൻ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. കോടതിയും പറഞ്ഞിട്ടില്ല എന്താണ് ഡെഫിനേഷൻ എന്നുള്ളത്, അത് എന്താണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇപ്പം മുസ്ലിമുകളുടെ തന്നെ പലതുകൊണ്ട്, ഉദാഹരണം ഹിജാബ് ഉണ്ട്, അതേമാതിരി തന്നെ മഫ്തയുണ്ട്, അതേമാതിരി തന്നെ മോം മറക്കുന്ന നക്കാബ് ഉണ്ട്. ഇതിനെ പറ്റിയിട്ട് ഒന്നും കോടതി യാതൊരു പരാമർശം, ആകെ നിങ്ങളിപ്പോൾ കോട്ട് ചെയ്യുന്നത് കോടതിയുടെ ഒരു പരാമർശമുണ്ട്. അതായത് അതൊരു ജസ്റ്റ് ഒരു പാസിംഗ് കമന്റ് ആയിരിക്കാം. ജഡ്ജിന്റെ കമന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം വസ്ത്രത്തിൽ വ്യത്യാസം വന്നതുകൊണ്ട് മതം തെറിച്ചു പോവുകയില്ല എന്ന്. അതിനെ നമുക്ക് ആർക്കും എതിർക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ ഡ്രസ്സ് മാറ്റി വെച്ചതിനെ കൊണ്ട് എന്റെ മതം തെറിച്ചു പോകുമെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അത്തരത്തിലുള്ള ഒരു കമന്റിന്റെ ബേസിസിൽ മാത്രമാണ് ഇപ്പൊ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇത് ഭാരതമാണ്. ഭാരതത്തിൽ പല മതത്തിൽപ്പെട്ടവർ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുമ്പോൾ കോടതി ആയാലും വേണ്ടില്ല, അത് CBSE ആയാലും വേണ്ടില്ല, നമ്മുടെ മീഡിയ ആയാലും വേണ്ടില്ല, അവരെല്ലാം വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട്. കാരണം ഇതിനെ വെറുതെ പർവ്വതീകരിച്ചു എന്തോ ഒരു കോൺഫ്രണ്ടേഷൻ ബിൽഡപ്പ് ചെയ്യണ രീതിയിൽ ഇതിനെ ചിത്രീകരിക്കുന്നത് ശരിയല്ല. കോൺഫ്രണ്ടേഷന്റെയും കാര്യമില്ല ഇക്കാര്യത്തിൽ. പക്ഷേ വ്യക്തത വരുത്തുക എന്നുള്ളതാണല്ലോ വളരെ പ്രധാനപ്പെട്ടത് ഡോക്ടർ ഫസൽ ഗഫൂർ. അതുകൊണ്ടാണ് ആ വിഷയം ഉന്നയിച്ചത്. ശ്രീ ഫക്രുദ്ദീൻ അലി, മുൻപ് തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിന് വേണ്ടി ഫോട്ടോ എടുക്കുന്ന വിഷയത്തിലായിരുന്നു ഇതുപോലെയുള്ള ഒരു കമന്റ് സുപ്രീം കോടതിയിൽ നിന്ന് വരികയുണ്ടായത്. ഇപ്പോഴും ഒരു പരാമർശമാണ് വന്നിരിക്കുന്നത്. പ്രതിഭാഗം ഹർജിക്കാരനായ അഭിഭാഷകനോട് ഒരു ചോദ്യരൂപേണ ആരാഞ്ഞിട്ടുള്ള ഒരു പരാമർശം എന്നതിനപ്പുറത്ത് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇവിടെ CBSE സംബന്ധിച്ച് ക്രമക്കേട് നടന്ന് ഒരു പരീക്ഷ റദ്ദായി പോയ അവസരത്തിലാണ് വീണ്ടും ഒരു പ്രവേശന പരീക്ഷ നടത്തേണ്ടി വന്നത്. അങ്ങനെ പ്രവേശന പരീക്ഷ നടത്തുമ്പോൾ അതിന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നുള്ള നിലയിൽ ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു നിർദ്ദേശ രൂപേണ അവതരിപ്പിക്കുകയാണ് CBSE ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ മതത്തിനെന്തോ കുഴപ്പമുണ്ടാകും എന്ന് കരുതിയുള്ള ഹർജികൾ, ആശങ്കകൾ, ഭയങ്ങൾ ഇത് അടിസ്ഥാനമുള്ളതാണോ? അല്ല, ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പം നെരൂദ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈസ്റ്റിൽ നോക്കുക, അവിടെ കാണുന്നിടത്തിലെല്ലാം മതങ്ങളാണ്, എവിടെ നോക്കിയാലും മതങ്ങൾ. നമ്മൾ എന്തിനാണ് എല്ലായിടത്തും ഇങ്ങനെ മതങ്ങളെ കാണുന്നത്? മതത്തിന് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്, അവിടെ കൊടുക്കുക. മുസ്ലിംസ് ആണെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിക്കുക, നോമ്പ് എടുക്കുക, നിസ്കാരം നടത്തുക, സെക്കാത്ത് കൊടുക്കുക. ഈ സെക്കാത്ത് പോലും കൊടുക്കാത്ത ആളുകൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ പർദ്ദ പോലെയുള്ള വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ഒരു കുട്ടിയുടെ ഭാവിയെ അപേക്ഷിച്ച് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെ സെൻസേഷണലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം ഇവിടെ തന്നെ SIO ആണ് കൊടുത്തത്. ഇപ്പം MES അല്ല ഇതിൽ കോടതി പോയത്. എനിക്ക് തോന്നുന്നില്ല ഇത്തരം വിഷയം വന്ന ഫസഗബൂറിനെ പോലെ പ്രബുദ്ധനായിട്ടുള്ള ഒരാൾ ഈ ഒരു വിഷയം കാണിച്ചുകൊണ്ട് കോടതി പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ SIO പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ അജണ്ടയുണ്ട്. അപ്പൊ പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും അത് തന്നെയാണ്. അപ്പൊ ഇത്തരം അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി അവരിത്തരം മതപരമായിട്ടുള്ള ആചാരങ്ങളെയും ശീലങ്ങളെയും എടുത്തുപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇതാണ് വിശ്വാസികൾ തിരിച്ചറിയേണ്ടത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മതം എന്ന് വെച്ചാൽ ഇന്ത്യനലൈസ് ചെയ്യപ്പെടാൻ വേണ്ടത്. എസ്പെഷ്യലി ഇന്ത്യ പോലെയുള്ള മുസ്ലിങ്ങളും ക്രൈസ്തവരും എല്ലാം ന്യൂനപക്ഷമായിരിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ഇന്ത്യനലൈസ്, മതത്തെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക, മതം ജീവിതത്തിൽ നമ്മളോട് പാലിക്കാൻ ആവശ്യപ്പെടുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ സമൂഹം നിങ്ങളെ ബഹുമാനിക്കും. അല്ലാതെ വെറുതെ നബിദിന ഘോഷയാത്ര എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ഈ പറഞ്ഞ കോടതിയുടെ പരാമർശത്തിന്റെ പേര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഫോട്ടോ എടുക്കുക, പാസ്പോർട്ടിന് ഫോട്ടോ എടുക്കുമ്പം ഈ ഹിജാബ് നീക്കണം എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുക. ഇതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങളെ ഒരു അപരനാക്കാനേ സഹായിക്കുള്ളൂ. ഇങ്ങനെ വെറും ഒരു അപരനല്ല, ആന്റഗോണിസ്റ്റിക് ആയിട്ടുള്ള ശത്രുതാ മനോഭാവത്തോട് കൂടി കാണുന്ന ഒരു അപരനായി നിങ്ങളെ വിലയിരുത്തപ്പെടാനേ അത് കാരണമാകുള്ളൂ. എന്തിനാണ് വിവേകശൂന്യമായിട്ട് ഇത്തരം എടുത്തുചാട്ടങ്ങൾ നിൽക്കുന്നത്? എന്തിനാണ് വിവരമുള്ള ആളുകൾ പോലും അത് നിന്നു കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇവിടെ CBSE ഒരു പരീക്ഷ നടത്തുന്നു. ആ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുന്നത്. ആർട്ടിക്കിൾ 25 നൽകുന്ന പരിരക്ഷ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരീക്ഷാ നടത്തിപ്പിനെ സംബന്ധിച്ച് കോടതിയെ സമീപിക്കുകയാണ്. അത്തരത്തിൽ എല്ലാ വിഷയങ്ങളിലും ഈ ഭരണഘടന അനുശാസിക്കുന്ന മതസ്വാതന്ത്ര്യത്തിൻ്റെ പരിരക്ഷ കിട്ടുന്നില്ലേ എന്ന് ആശങ്കപ്പെടേണ്ട, എന്ന് ഭയപ്പെടേണ്ട സാഹചര്യം ഈ രാജ്യത്തുണ്ടോ?
തീർച്ചയായും ഞാൻ പറയാം, ഈ വിഷയത്തെ പറ്റി പറയാം. ഈ വിഷയത്തിൽ ഒട്ടും നമുക്ക് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതൊരു വൺ ടൈം ഇൻസിഡന്റ് ആണ്. ഇത് ഉണ്ടായതിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കണം. ഇതിനു മുമ്പ് നമുക്കറിയാം വ്യാപം സ്കാനിനെ പറ്റി നമുക്കറിയാം, വെസ്റ്റ് ബംഗാളിലെ ആൾമാറാട്ടങ്ങളെ പറ്റിയിട്ട് നമുക്കറിയാം, ആന്ധ്രാപ്രദേശിൽ നടന്നിട്ടുള്ള വലിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് കുംഭകോണം മെഡിസിനിൽ അറിയാം. അപ്പം മൊത്തത്തിൽ മെഡിക്കൽ ഫീൽഡ് ഹൈ ഒരു മോണിറ്ററി ഗെയിനുള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ട് അവിടെ ഭയങ്കരമായിട്ടുള്ള തിരിമറികളും അതുമായി തന്നെ അഴിമതികളും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിലാണ് സുപ്രീം കോടതി ഇടപെടുകയും ഈ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ റദ്ദാക്കുകയും ചെയ്തത്. ആ സുപ്രീം കോടതി വളരെ ശക്തമായ ഒരു തീരുമാനമാണ് അപ്പെടുത്തത്. കാരണം വെച്ചാൽ അന്ന് റദ്ദാക്കിയപ്പോൾ അനേകം വിദ്യാർത്ഥികളുടെ ഭാവി നഷ്ടപ്പെട്ടു. അഡ്മിഷൻ കിട്ടിയവരെന്ത് ചെയ്യുന്നത് ചോദിച്ചു. അതെല്ലാം പോയി, അത് അതിൻ്റെ വഴിക്ക് നിൽക്കട്ടെ, പക്ഷേ ഇതിവിടെ പരീക്ഷ നടക്കട്ടെ എന്ന് പറയുന്നത് സുപ്രീം കോടതി. അപ്പോൾ ആ സുപ്രീം കോടതിയാണ് നിർദ്ദേശിച്ചത് അത് വളരെ ഹൈ സെക്യൂരിറ്റി ആയിട്ടുണ്ടാവണം ആ പരീക്ഷയ്ക്ക്. അപ്പോൾ ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. അപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഇലക്ട്രോണിക് ആയിട്ടുള്ള മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്ലൂടൂത്തും അല്ലെങ്കിൽ അതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഹൈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കോപ്പി അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും CBSEയും സുപ്രീം കോടതിയും എടുത്തിട്ടുള്ള സ്റ്റാൻഡ് കറക്റ്റാണ്. കാരണം അവരെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, എയർപോർട്ടിൽ ചെക്കിങ്ങിന് പോകുമ്പോൾ നമ്മളിപ്പോൾ അമേരിക്കയ്ക്ക് പോകണമെന്ന് വിചാരിച്ചോ, അവിടെ ചെക്കിങ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോകണ്ട ഡൽഹിയിൽ ഒരു അടിയന്തരാവസ്ഥയുടെ സാഹചര്യത്തിൽ നമ്മൾ ചെക്കിങ്ങിന് പോകുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ എന്നിട്ട് പറയണത് ഞാൻ ഇന്ന മതത്തിൽപ്പെട്ടവനാണ്, ഞാൻ ഈ തലപ്പാവ് ഊരില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? അപ്പോൾ അതേമാതിരി ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. ഇതൊരു വൺ ടൈം ഇവൻ്റാണ്. ഇതിൻ്റെ പിന്നിൽ യാതൊരു ഗൂഢാലോചനയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറ്റു ചിലർക്കെങ്കിലും സംശയമുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിമുകളിൽ പലർക്കും ഒരു സീജ് മെൻറ്റാലിറ്റി ഇപ്പോൾ ഉണ്ട്. കാരണം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നതിനെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കരുതിക്കൂട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ഇത് ഇവിടെ എന്താ നടന്നിരിക്കുന്നതെന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CBSEക്ക് കർശനമായ ഇതാണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ്. കോടതിയിൽ പോകാൻ ഇടയാക്കിയ സാഹചര്യം CBSE നൽകിയ ഒരു സർക്കുലറാണ്. CBSE തന്നെ അക്കാര്യത്തിൽ വിശദീകരണവും നൽകിയിരുന്നു. ഏതെങ്കിലും മതവിഭാഗങ്ങൾ അവരുടെ മതപരമായ ആചാരപ്രകാരം വസ്ത്രം ധരിക്കുന്നതിനെ ഒരു തരത്തിലും എതിർക്കുന്നില്ല, അതിന് വിലക്കില്ല. അവർ അല്പനേരം മുൻപ് സുരക്ഷാ പരിശോധനയ്ക്കായി അരമണിക്കൂർ മുൻപ് ഹാജരാകണം എന്നുള്ളത് മാത്രമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ഹർജിക്കും ഇങ്ങനൊരു അപേക്ഷയ്ക്കും പ്രസക്തി ഉണ്ടായിരുന്നു? നേരത്തെ ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാവണം അവർ കോടതിയിൽ പോയത്. അതായത് മുസ്ലിം പെൺകുട്ടികൾ സാധാരണ ധരിക്കാറുള്ള മത്ത ഉൾപ്പെടെയുള്ള ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പോകണമെന്ന് പരീക്ഷാഹാളിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഒരു നിർബന്ധാനുഷ്ഠാനമായി കൊണ്ട് നടക്കുന്ന പെൺകുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കി. അതനുസരിച്ച് കോടതിയുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് അത് കോടതിയെ സമീപിച്ചതെന്ന് മനസ്സിലാക്കണം. പക്ഷെ പിന്നീട് CBSEയുടെ വിശദീകരണം വന്നപ്പോൾ അതിന്റെ പ്രസക്തിയും നഷ്ടപ്പെട്ടു. അതാണ് സംഭവിച്ചത്. ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു ആശങ്കയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിശ്വാസം ഹനിക്കപ്പെടുമോ എന്ന ആശങ്കയുടെ പ്രസക്തി തന്നെയുണ്ടോ? ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ അനുപേക്ഷണീയമല്ല എന്ന ഒരു നിർദ്ദേശം CBSE നൽകുകയാണ്. അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചെത്തിയാൽ അവരെ പരീക്ഷയ്ക്കിരുത്തില്ല എന്ന് CBSE മുൻപും പറഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ആർട്ടിക്കിൾ 25 ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന വിഷയമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ പോകേണ്ട കാര്യമുണ്ടോ? അതെ, അത് വിലക്കി. അതായത് സാധാരണ മുസ്ലിം പെൺകുട്ടികൾ ധരിക്കുന്ന വേഷം അവർ മാറ്റിവെച്ചുകൊണ്ട് ആ മിക്ക ഭാഗങ്ങൾ പുറത്ത് കാണാൻ സഹായിക്കുന്ന ഒരു വേഷവുമായി പോകണമെന്ന നിർദ്ദേശമാണ് കിട്ടിയത്. അപ്പോ അത് അതുള്ള വിശ്വാസത്തിന്റെ കയ്യേറ്റമാണ് എന്ന് മനസ്സിലാക്കിയവരാണ് കോടതിയിൽ പോയത്. പക്ഷെ പിന്നീട് വിശദീകരണം വന്നപ്പോൾ അതിനെയൊന്നും പ്രശ്നമില്ല എന്ന് ബോധ്യപ്പെട്ടു. അത് പിൻവലിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ട് കോടതിയിൽ പോയി എന്നുള്ളതാണ് സംഭവം. അതാണ് ആ കാര്യത്തിൽ താങ്കൾ വിശദീകരിക്കുന്നത്. കുമാരി ഫാത്തിമ തെഹ്ലിയ, ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് പരീക്ഷ എഴുതുന്നതിന് പോകാൻ തടസ്സമോ ആശങ്കയോ ഉള്ള സാഹചര്യം ഇല്ലല്ലോ. ഒന്ന്, CBSE തന്നെ വ്യക്തമാക്കുന്നു മതപരമായ വസ്ത്രധാരണത്തിന് വിലക്കില്ല എന്ന്. രണ്ട്, കോടതി ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്ത്രധാരണത്തെ വിലക്കുന്നില്ല. CBSE ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അവരുടെ മാർഗനിർദ്ദേശങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആശങ്ക വേണ്ടതുണ്ടോ? ഈ സമയത്ത് കോടതിയുടെ വിധി ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈയിടെയായിട്ട് നമുക്കറിയാം ഈ ഹർജിക്കാരന് കോടതിയെ സമീപിച്ചത് ഏതൊരു ഘട്ടത്തിലാണെന്ന്.
പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഈ ഒരു എക്സാമോട് അടുക്കുമ്പോൾ എല്ലാവരും എന്തായാലും ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. അതോടൊപ്പം ഇങ്ങനെ ഒരു വിലക്ക് കൂടെ വരുമ്പോൾ എന്തായാലും അവർക്ക് അവരുടെ ഒരു സ്വാതന്ത്ര്യം, അവരുടേതായിട്ടുള്ള ഒരു ബിലീഫ് എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇതുവരെ ജീവിച്ചു വരുന്നവര് ഒരു പെട്ടെന്ന് ഒരു സമയത്ത് ഇതുവരെ എഴുതിയ എക്സാമിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് വേറൊരു വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്ക, അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവരുടെ വസ്ത്രധാരണങ്ങൾ, ഇതെല്ലാം അവർക്ക് എത്രത്തോളം അടുത്തതാണ് എന്നാണ് ഇങ്ങനെ ഒരു ഹർജിക്കാരൻ കോടതിയെ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കോടതിയുടെ സമീപനം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധി വന്നു എന്നുള്ളത് തീർത്തും നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. ഞാൻ അത് വിശദീകരിക്കാം ഫാത്തിമ. അതിനു മുൻപ് ശ്രീ ഫക്രുദ്ദീൻ അലി, ഫുൾ സ്ലീവ് സൽവാർ മാത്രം പൊതുവേദിയിൽ ധരിച്ചിട്ടുള്ള ആളുകൾ, മഫ്ത ഇടാതെ പൊതുവേദിയിലോ കോളേജിലോ പരീക്ഷാ ഹാളിലോ പോകാത്ത ആളുകൾ, അവരെ സംബന്ധിച്ച് പെട്ടെന്നൊരു ദിവസം നിങ്ങൾ ഇന്ന വസ്ത്രം ധരിച്ചേ പരീക്ഷയ്ക്കിരിക്കാവൂ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അതിൻ്റെ രാഷ്ട്രീയം വിട്ടേക്കോ, അതിൻ്റെ മതപരമായ കാര്യങ്ങൾ വിട്ടേക്കോ, ഒരു വ്യക്തിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അവർക്കത് കംഫർട്ടബിൾ ആകില്ല. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇവിടെ അത്തരം പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും അതൊരു പെരുപ്പിച്ച് കാണിച്ച ആശങ്ക എന്നുള്ള നിലയിൽ കാണാം. പക്ഷേ അങ്ങനെ വേറൊരാൾ അല്ലെങ്കിൽ വേറൊരു സ്ഥാപനം നിങ്ങൾ ഇന്ന ഡ്രസ്സ് ധരിച്ചു വരൂ എന്ന് ആരോടെങ്കിലും ഒരു വ്യക്തിയോട് പറയുന്നത് ശരിയല്ലല്ലോ. അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അഭിലാഷ്, ഡോക്ടർ ഫസൽ ഗഫൂർ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഇപ്പൊ ഇങ്ങനെ പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ കോപ്പിയേഡ് നടന്നത്. ബീഹാറിൽ നടന്ന പോലെ തുണ്ട് കടലാസ് കൊടുത്തതല്ല, നമ്മൾ കാണുകയുണ്ടായി. അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ചെവിയെല്ലാം മറച്ചു വെച്ചിട്ട് എൻ്റെ അനിയത്തി ഇപ്പം ആ സ്ക്രീനിൽ ധരിച്ചിരിക്കുന്ന പോലെയുള്ള മഫ്ത പോലെയുള്ള വസ്ത്രങ്ങൾ. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ മാസ് കോപ്പിയിങ് ഒക്കെ ഇന്ത്യയിൽ നടന്നാൽ കേരളം നിങ്ങൾ വിടും. ഉത്തരേന്ത്യ സാഹചര്യത്തെ ഏറ്റവും നെഗറ്റീവായിട്ട് ബാധിക്കാൻ പോകുന്ന ആരാണ്? ഞാൻ ഉത്തരേന്ത്യ പഠിച്ച ഒരാൾ, അതുകൊണ്ട് അത് മുസ്ലിംസിനെയാണ് ഏറ്റവും നെഗറ്റീവായി ബാധിക്കാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ആ രീതിയിലൊരു ബയസ് അവിടെ ഉണ്ട്. അത് സച്ചാ കമ്മിറ്റിയൊക്കെ അതിന്റെ റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രധാനം. പിന്നെ രണ്ടാമത് പറഞ്ഞ അഭിലാഷ് ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, പെട്ടെന്ന് ഡ്രസ്സ് മാറുന്ന സമയത്തുണ്ടാകും സ്വാഭാവികമായിട്ടും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതി പാസ്സായ ഒരാൾ എന്ന രീതിയിൽ ഞാൻ പറയാണ്, നമ്മൾ എക്സാം ഹോൾ അങ്ങോട്ട് ചെന്ന് പെട്ടാണ്ടല്ലോ പിന്നെ ഒന്നും നമ്മുടെ മുന്നിൽ ഉണ്ടാവില്ല. ഈ ഡ്രസ്സ് ഒന്നും നമ്മുടെ മുന്നിൽ, ഭൂമി കുലുങ്ങിയാൽ പോലും മുസ്ലിംസ് നിസ്കരിക്കുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, ഭൂമി കുലുങ്ങിയാൽ പോലും നമ്മളത് അറിയില്ല. ആ അവസ്ഥയിലാണ് നല്ലൊരു വിദ്യാർത്ഥി എക്സാം എഴുതുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ബാലിശമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. നമ്മളിവിടെ കോണ്ടെക്ച്വലൈസ്, സന്ദർഭമാണ് പ്രധാനം. ആ സന്ദർഭം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഞാനിവിടെ ഫസൽ ഗഫൂറിന്റെ കൂടെയാണ്. റൈറ്റ്. ഫാത്തിമ, CBSE ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്ലൂടൂത്ത് ഡിവൈസ് ഉപയോഗിച്ചാണ് കഴിഞ്ഞ തവണ കോപ്പിയടി നടന്നത് എന്നുള്ളതാണ്. ചെവിയിൽ ബ്ലൂടൂത്ത് ഉപകരണം നിക്ഷേപിച്ച നിലയിൽ ഉത്തരങ്ങൾ കേട്ടെഴുതുകയായിരുന്നു. അത് തടയാൻ വേണ്ടിയാണ് ഇത്തവണ വസ്ത്രധാരണം സംബന്ധിച്ച ഒരു നിർദ്ദേശമായി നൽകിയത്. ചെവി മൂടുന്ന വിധത്തിൽ വസ്ത്രം ധരിച്ചാൽ പരിശോധന ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചു. അതിൽ തന്നെ വീണ്ടും വിശദീകരണമുണ്ടായി. അങ്ങനെ വസ്ത്രം ധരിച്ചു വരുന്നത് കുഴപ്പമില്ല, പക്ഷേ പരിശോധനയ്ക്കായി ഫ്രിസ്കിങ്ങിനായി ഒരല്പം നേരത്തെ അരമണിക്കൂർ മുൻപ് എക്സാം ഹാളിൽ എത്തണം എന്നേ ഉള്ളൂ എന്ന് പിന്നീട് വിശദീകരിക്കുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CBSE ഇതിനൊരു എക്സ്പ്ലനേഷൻ തന്നതായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റൂൾ കൊണ്ടുവന്നത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഒരു മാൽ പ്രാക്ടീസ് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വസ്ത്രധാരണ രീതി കൊണ്ടുവന്നത് എന്ന് അവർ സൂചിപ്പിച്ചു. പക്ഷെ ഒരു ശിരോവസ്ത്രം ധരിക്കാതെ വരുന്ന ഏതൊരാളോടും നിങ്ങൾ അതിന് ഇങ്ങനെ ഒരു കോപ്പിയടി ഇല്ലാതിരിക്കാൻ ഒരു ശിരോവസ്ത്രം, അത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം, സാധാരണ വസ്ത്രം ധരിച്ചു വരുന്ന ഏതൊരാൾക്കും കോപ്പി അടിക്കണം എന്നൊരു ഇതുണ്ടെങ്കിൽ വേറെ പല രീതികളിലായിട്ട് അവർക്ക് ചെറിയ ചിറ്റുകൾ കൊണ്ടുവരാം. ഒരു ശിരോവസ്ത്രം മാത്രം അതിനൊരു കാരണമാവുന്നത് എങ്ങനെയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഇപ്പോൾ വേറെ ഒരുപാട് നമുക്കറിയാം, ടെക്നോളജിക്കലി ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് നമ്മൾ. വേറെ പല രീതിയിലും ഈ ഒരു മാൽ പ്രാക്ടീസിനെ തടയാൻ നമുക്ക് സാധിക്കും. ക്യാമറകൾ സ്ഥാപിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ പല രീതികളിലായിട്ട്, അല്ലെങ്കിൽ വേണ്ട ഏതെങ്കിലും ഒരു വനിതാ
പിന്നെ ഒരാളെ കൊണ്ടുവന്നിട്ട് നമുക്കതിന് തടയാൻ വേണ്ടി ഒരു ചെക്കിംഗ് നടത്താം. സ്ത്രീകളുടെ തന്നെ അവർക്ക് വേറെ വേറെ ആയിട്ട് ചെക്കിംഗ് നടത്താം. അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് വസ്ത്രധാരണം മാറണം, അല്ലെങ്കിൽ വസ്ത്രധാരണ രീതിയിലൂടെ ഇതിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വസ്ത്രധാരണ രീതിയാണ് ഈ ഒരു മാൽ പ്രാക്ടീസ് തടയാനുള്ള വഴി എന്നുള്ളത് തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇത് വസ്ത്രത്തിന്റെ മാത്രം പ്രശ്നമല്ല. നാളെ പേന എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല, വാച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല, അവിടെ ക്ലോക്ക് ഉണ്ടാകും. വെള്ളം കൊണ്ടുപോകാൻ സാധിക്കില്ല, കുടിക്കാനുള്ള വെള്ളം ഹാളിനുള്ളിൽ നിന്ന് തരും. ഷൂ ഇടാൻ പറ്റില്ല, തുറന്ന ചെരുപ്പുകൾ ധരിക്കണം. ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് ഫാത്തിമ സൂചിപ്പിച്ച ഒരു കംഫർട്ട് ഉണ്ടല്ലോ. ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് പരീക്ഷ എഴുതാൻ ഇരിക്കുമ്പോൾ കംഫർട്ടബിൾ അല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുമോ? ഞാൻ ചോദിച്ചത്, ഒട്ടേറെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പേനയുടെ കാര്യത്തിൽ, വാച്ചിൻ്റെ കാര്യത്തിൽ, വെള്ളത്തിൻ്റെ കാര്യത്തിൽ. ഇതൊന്നും അനുവദനീയമല്ല ഒരു എക്സാം ഹാളിനകത്ത് എന്നുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നാളെ പരീക്ഷ എഴുതുമ്പോൾ ഒരു ബുദ്ധിമുട്ടാകുമോ? ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിങ്ങളോട്, ഇതിപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം സമുദായം ഒന്നടക്കം ഇതിനെ എതിർക്കുകയും വലിയ ബഹളം കൂട്ടുകയും മുസ്ലിം സംഘടനകൾ പ്രമേയം പാസ്സാക്കുകയും വോട്ടെണ്ണം ഒന്നും ചെയ്തിട്ടില്ല. 2 വിദ്യാർത്ഥിനികളാണ് പോയിട്ട് ഇവിടെ കേസ് കൊടുത്തത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിമുകളിൽ തന്നെ പല രീതിയിലുള്ള വസ്ത്രധാരണ രീതികളുണ്ട്. ഈ ശിരോവസ്ത്രം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല രീതിയിലുള്ളതുണ്ട്. അപ്പോൾ അവർക്ക് പല കാഴ്ചപ്പാടുകളും ഈ വിഷയത്തിൽ ഉണ്ടാവും. പക്ഷേ എല്ലാവരുടെയും ഭയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മോഡി സർക്കാർ വന്നതുകൊണ്ട്, BJPയുടെ ഒരു സർക്കാരായതുകൊണ്ട് ഇതിലൊക്കെ പോയി ഇടപെടുന്നത് ദുരുദ്ദേശപരമായിട്ടാണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. അതിൻ്റെ ഒരു ഓവർ റിയാക്ഷൻ കൂടി ഇതിൻ്റെ ഇതിലുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു വൺ ടൈം ഇവൻ്റാണ്. വൺ ടൈം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അടിയന്തരാവസ്ഥമായുള്ള സാഹചര്യമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് എൻട്രൻസ് എക്സാമുകളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ മുഴുവൻ അപ്പോൾ പാസ്സാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. പേനയുടെ കാര്യത്തിൽ വെച്ചിട്ടുണ്ട്, എല്ലാ ബെൽറ്റ് പാടില്ല എന്ന് വെച്ചിട്ടുണ്ട്, ചെരുപ്പിന് സ്പെസിഫിക്കേഷൻ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരു മതവിഭാഗത്തിന് എതിരായിട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറില്ല. ഒരു മതവിഭാഗത്തിന് എതിരായിട്ടില്ല. അതേമാതിരി തന്നെ ഇത് ഒരു മതവിഭാഗം കുത്തിപ്പൊക്കി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ചില വ്യക്തികൾ, അവരുടെ കാഴ്ചപ്പാടാണിത്. എല്ലാവരുടെയും കാഴ്ചപ്പാടാവണമെന്നില്ല, ചിലപ്പോൾ ഭൂരിപക്ഷത്തിനാവാം, ആയിക്കൂടാന്നില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കുറച്ച് വിദ്യാർത്ഥികൾ അത് കോടതിയിൽ പോയി. ആ കോടതി വിധിയിൽ തന്നെ പറഞ്ഞത് ഇന്ത്യ ഈസ് എ മൾട്ടി റിലീജിയസ്, മൾട്ടി കാസ്റ്റ് സൊസൈറ്റി, മൾട്ടി കൾച്ചറൽ സൊസൈറ്റി. അപ്പൊ അവിടെ എല്ലാവരുടെയും തീർച്ചയായും അത് ഹൈക്കോടതി വിധിയിലെ പരാമർശം. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇന്ന് സുപ്രീം കോടതി വാക്കാൽ നടത്തിയിരിക്കുന്ന ഒരു പരാമർശം, ഒരു എക്സാം ബോർഡിന് പരീക്ഷ നടത്തുമ്പോൾ കാൻഡിഡേറ്റ്സ് ഓരോരുത്തരും ഏത് മതത്തിൽപ്പെട്ടവരാണ്, അവരുടെ വിശ്വാസങ്ങൾ എങ്ങനെയാണ് എന്ന് നോക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമാണ്. അങ്ങനെ ബഹുസ്വര സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഏത് ബോഡിക്കും, ഏത് എക്സാം ബോർഡിനും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടി പരിഗണന കൊടുത്ത് ഇപ്പോൾ ഒരു തീയതി തീരുമാനിക്കുന്നത് ഒരു ഉദാഹരണം. അങ്ങനെയല്ലേ മുന്നോട്ട് പോകാൻ സാധിക്കും? അല്ല, ഒരു ബഹുസ്വര സമൂഹമാകുമ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിക്കണം. അതങ്ങനെ അല്ലെങ്കിൽ ഇന്ത്യനെ ഒരു കമ്മ്യൂണൽ രാജ്യമാക്കി മാറ്റാൻ, ഹിന്ദു രാജ്യമാക്കിയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ രാജ്യം, മുസ്ലിം രാജ്യമൊക്കെ ആക്കി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ കോടതിയിൽ നിന്ന് വന്നാൽ നമുക്കതിനെ മനസ്സിലാക്കാം. പക്ഷേ ഇതല്ലല്ലോ, എമർജൻസി സിറ്റുവേഷൻ വന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, ഈ ഒരു ഇപ്പോൾ ഏതൊരു ബഹുസ്വര സമൂഹമായാലും എക്സാമും അതുപോലെ വിദ്യാഭ്യാസ രംഗവും എല്ലാം നിങ്ങൾ ഇത്തരം തരത്തിലുള്ള മതപരമായ കെട്ടുപാടുകളിൽ നിന്ന് മാറ്റി വേണം അതിനെ ഡീല് ചെയ്യേണ്ടത്. കോടതി വളരെ കൃത്യമായിട്ട് അത് തന്നെയല്ലേ ചെയ്തത്. എല്ലാ കാര്യത്തിലും മതം കുത്തിവെച്ച് ഇനിയുള്ള ഒരു തലമുറ നിങ്ങൾ മതാത്മകതയിലേക്ക് നയിക്കണോ? ഖുർആൻ പഠിക്കില്ലേ എന്ന് പറഞ്ഞാൽ ഞാനത് പറയൂ, ഓക്കെ, അത് മുസ്ലിംസിന്റെ ഫണ്ടമെന്റൽ റൈറ്റിന് വയലേഷനാണ്. ഒരു ദിവസം തട്ടിട്ടില്ലേ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ ചോദിച്ചല്ലോ, തിരുവനന്തപുരത്ത് ഇത്രയും കാലം തട്ടിട്ടില്ല, ഇപ്പം എന്താ സംഭവിച്ചോ? അതൊക്കെ കൊണ്ട് എല്ലാത്തിലും മതം കാണുന്നതാണ് ന്യൂനപക്ഷ സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് ഭൂരിപക്ഷ സമുദായത്തിൽ RSS കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അതാണ്. ഇന്ത്യയുടെ ദുരന്തമാണ്. ഈ ദുരന്തം മറികടന്നുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിനെ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ ഒക്കെ പാതയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതിനുള്ള ഏറ്റവും നല്ലൊരു വഴി ഈ കോടതി വിധി മാത്രം. CBSE പറഞ്ഞല്ലോ, മുസ്ലിം പിള്ളേർ കുറച്ച് നേരത്തെ വന്നോട്ടെ, അവർ നമുക്ക് പരിശോധിക്കാനുള്ള സമയം കിട്ടിയ പ്രശ്നമില്ല, അവിടെ ഇതാണ് ഇന്ത്യയുടെ മതനിരപേക്ഷ നിലപാട്. ഈ ഒരു നിലപാടും കോടതി വിധി നമ്മൾ ഒരുമിച്ചാണ്. സാധാരണ നിലയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും മതാത്മകമായി കാണേണ്ടതുണ്ടോ? തീർച്ചയായും വേണ്ടതില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കുറെ കാലമായിട്ട് നമ്മുടെ രാജ്യത്ത് ചില പ്രശ്നങ്ങൾ വൈകാരികമായ സ്വഭാവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്. അത് തന്നെ ഒരു പ്രത്യേക സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലാണ് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് മുസ്ലിം സ്ത്രീയുടെ വേഷം എന്ന് പറയും. ഇതിപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമൊന്നുമല്ല. നേരത്തെ ഈ BJPക്കാർ വന്നപ്പോഴുള്ള പ്രശ്നമല്ല. നേരത്തെ മതേതരവാദികൾ എന്ന് പറയുന്നവർ ഭരിക്കുന്നവരും ഒക്കെ ഉള്ളപ്പോ ഇത് പ്രശ്നമായിക്കൊണ്ടേ വരുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ, അതായത്
മുസ്ലിം പെൺകുട്ടികൾ പരീക്ഷ എഴുതുന്ന മുസ്ലിം പെൺകുട്ടികൾ തങ്ങൾക്ക് മത്ത് ധരിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിനെയും വിലക്കിയാണല്ലോ എന്ന ആശങ്കയിൽ നിന്നാണ് അവർ കോടതിയെ സമീപിച്ചത്. ആ ആശങ്ക ദൂരീകരിക്കപ്പെടുന്ന വിശദീകരണം വന്നപ്പോൾ അവർ ശാന്തരായിട്ട് ഉണ്ടാവണം, സ്വാഭാവികമാണ്. പക്ഷേ അത് പശ്ചാത്തലം ഇതാണ്. അതായത് മതപരമായ എല്ലാറ്റിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് ഒരു പുതിയ സംസ്കാരം അവരുടെ മേൽ റൈറ്റ്, അതാണ് അക്കാര്യത്തിൽ താങ്കൾ വിശദീകരിക്കുന്നത്. വളരെ നന്ദി ശ്രീ ഒ. അബ്ദുറഹ്മാൻ, ഡോക്ടർ ഫസൽ ഗഫൂർ, അഡ്വക്കേറ്റ് ഫാത്തിമ, ശ്രീ ഫക്രുദ്ദീൻ അലി സംസാരിച്ചതിന്. ഈ ചർച്ച അവസാനിപ്പിക്കും മുൻപ് അടിവരയിട്ട് പറയാവുന്ന ഒരു കാര്യം CBSE തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് മതപരമായ ഏത് വേഷവിധാനവും അനുവദിക്കാം എന്നുള്ളതാണ്. അങ്ങനെ മതപരമായ വേഷവിധാനവുമായി ശരീരം മുഴുവൻ മൂടുന്ന വിധത്തിൽ വന്നാലും അരമണിക്കൂർ നേരത്തെ എത്തണം എന്ന് മാത്രമേ ഉള്ളൂ. ശിരോവസ്ത്രം ധരിക്കുന്നതിന് നാളത്തെ പരീക്ഷയിൽ യാതൊരു തടസ്സവുമില്ല എന്ന് CBSE വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ CBSEയുടെ മാർഗനിർദ്ദേശങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്തവർക്ക്. ബിഗ് സ്റ്റോറി പൂർണ്ണമാവുന്നു. നമസ്കാരം.